ജോർജ് സാർ ഇവിടെ വിശദമായി തന്നെ സാർ ഇതിൻ്റെ ഒരു നാൾ വഴി ഇവിടെ വ്യക്തമാക്കുകയാണ്. എവിടെ തുടങ്ങി ഇതിപ്പോൾ എവിടെ പൂട്ടിട്ടു എന്നുള്ളത് കൃത്യമായി പറയുകയാണ്. കാരണം പഴുതടച്ച ഒരു സുരക്ഷാ സംവിധാനം പുതിയ നിയമത്തിലൂടെ ഭേദഗതിയിലൂടെ വരുമ്പോൾ അവിടെ സാറ് പറഞ്ഞ പ്രസക്തമായ കാര്യം വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി. ആ അവസ്ഥയിൽ ഒരു തലമുറ, ഒരു നാടിൻ്റെ തന്നെ ആണിക്കല്ലായ നാഴികക്കല്ലായി മാറേണ്ട ഒരു വിദ്യാർത്ഥി സമൂഹം, ഒരു യുവത്വം തന്നെ ആശങ്കയിലാകുമ്പോൾ അവിടെ ഒരു ശുദ്ധീകരണത്തിനുള്ള ഒരു അവസരമായി കേന്ദ്ര സർക്കാർ അതിനെ കാണുന്നു. കൃത്യമായി ആ സമയം തന്നെ സർക്കാർ തിരഞ്ഞെടുക്കുന്നു, ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഈ തട്ടിപ്പിനെതിരെയുള്ള നിയമം കർശനമാകുന്നതോടുകൂടി നിലവിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിനൊരു ഉത്തരമുണ്ടാകില്ലേ? 2024 എന്തെങ്കിലും അവശേഷിച്ചിരുന്നെങ്കിൽ ആ പഴുതുകൂടി ഇപ്പോൾ 2026 അടച്ചിരിക്കുകയാണ്. സാർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ലക്ഷ്മി, ഏതാണ്ട് 22.7 ലക്ഷം ചെറുപ്പക്കാരായ ആളുകളുടെ ഭാവിയെ തുലച്ചതായിട്ടുള്ള ഒരു പരീക്ഷാ സമ്പ്രദായമായിരുന്നു ഈ കഴിഞ്ഞ നീറ്റ് പരീക്ഷയിൽ ഉണ്ടായത് എന്ന കാര്യം സംശയാതീതമായി രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് തന്നെ പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആഴവും പരപ്പും എത്ര അളന്നാലും നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയാത്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലക്ഷ്മി, 20-ലധികം കുട്ടികളാണ്, 17-18 വയസ്സുള്ള കുട്ടികളാണ് ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്തത് എന്ന കാര്യം ഓർക്കണം. അതാരും ഇവിടെ പരിഗണിക്കുന്നില്ലല്ലോ. അതിനോട് ബന്ധപ്പെട്ട ആ മാതാപിതാക്കൾക്കുണ്ടായിരിക്കുന്ന വ്യഥയുടെ ആഴം ഏത് മാർഗത്തിലൂടെ അളക്കാൻ സാധിക്കും? ലക്ഷ്മി, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്നതിനുള്ള നിയമത്തിൻ്റെ അഭാവമല്ല പ്രശ്നം. നിയമം നടപ്പാക്കുന്നതിലുള്ള അക്ഷന്തവ്യമായ അപരാധവും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഉത്തരവാദിത്തമില്ലായ്മയും നിസ്സംഗതയും ഇതിനകത്ത് ബോധപൂർവം കടന്നു കയറി ഇതുപോലെ അഴിമതി കാണിക്കാനായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെയുമുള്ള കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ദുരന്തം ഇന്ത്യയിൽ സംഭവിച്ചത് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ എല്ലാവരും കണ്ണ് ഇമ തെറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷയാണ്, അല്ലെങ്കിൽ പരീക്ഷകളാണ് ഈ പറയുന്ന NTA എന്ന് പറയുന്ന ഇന്ത്യയിൽ 2017 സ്ഥാപിതമായിട്ടുള്ള ഈ ഒരു സ്വയംഭരണ അവകാശമുള്ള ഏജൻസി നടത്തുന്നത്. ഇതിനകത്ത് JEE മെയിൻ എന്ന് പറയുന്ന IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പരീക്ഷയ്ക്ക് പ്രവേശിക്കാനുള്ള കുട്ടികളുടെ പരീക്ഷ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കോളേജ് അധ്യാപകർ യോഗ്യത നേടുന്നതിനും അതോടൊപ്പം തന്നെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടി PhD പോലുള്ള റിസർച്ച് നടത്തുന്നതിനുള്ള നെറ്റ് പരീക്ഷ, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ്, ഇതുപോലെ സുപ്രധാനമായ പരീക്ഷകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അത് 2017 സ്ഥാപിതമായതിനു ശേഷം പിന്നീട് നടന്ന പരീക്ഷകളിൽ എനിക്ക് മുൻപേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനവധി പരീക്ഷകളിൽ ക്രമക്കേടുകൾ ഉണ്ടായി. അപ്പോൾ അവിടെയൊന്നും കാര്യമായിട്ടുള്ള പരിഹാരം ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഈ ദുരന്തം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ നീറ്റ് പരീക്ഷയിൽ തന്നെ 2024 2 വർഷം മുൻപ് നടന്ന പരീക്ഷയിൽ ക്രമക്കേടുകൾ ഉണ്ടായപ്പോഴാണല്ലോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ട് കാര്യക്ഷമമായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 2026 ദുരന്തം ആവർത്തിക്കുകയില്ലായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ കുറ്റക്കാരെ വേണ്ട രീതിയിൽ കണ്ടെത്തുന്നതിനും മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനും ഈ സംവിധാനത്തിലുള്ള പോരായ്മകൾ, ചുഴിക്കുത്തുകളൊക്കെ മാറ്റുന്നതിനും ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന ആളുകൾ ശ്രമിച്ചിരുന്നു എങ്കിൽ ഈ കുട്ടികളുടെ കണ്ണുനീര് കാണേണ്ടതായിട്ട് വരികയില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 20-ലധികം കുട്ടികൾ ആത്മഹത്യ ചെയ്തതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? അവർക്ക് എത്ര പരിഹാരം കൊടുത്താൽ അവരുടെ മാതാപിതാക്കൾക്കുണ്ടായ നഷ്ടത്തിന് പരിഹാരം കണ്ടെത്താനായി സാധിക്കും? അപ്പോൾ ഈ തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയതിൻ്റെ പിറകിൽ ആരായിരുന്നു ഉത്തരവാദികൾ? ഇവിടെ സിസ്റ്റമിക് ഫെയിലിയർ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിരം പ്രയോഗം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇത് സിസ്റ്റമിക് ഫെയിലിയർ എന്ന് പറയാൻ സാധ്യമല്ല. ഇത് ഉത്തരവാദപ്പെട്ട ആളുകളുടെ കാര്യക്ഷമതയില്ലായ്മയോ നിരുത്തരവാദപരമായ പെരുമാറ്റമോ കൊണ്ടാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇനിയും അതിന് പരിഹാരം ചെയ്യാൻ ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞ പ്രധാനപ്പെട്ട നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതായ കാർക്കശ്യമുള്ള വ്യവസ്ഥകളുള്ള ബില്ലാണല്ലോ. അപ്പോൾ ഇവിടെ വ്യവസ്ഥകൾ കാർക്കശ്യമാക്കുന്നത് എപ്പോഴും നല്ലത് തന്നെ. നമ്മളെപ്പോഴും
ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശിക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ ഈ കഠിന തടവ് വെറും തടവ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ തടവിൻ്റെ ഒരു സ്വഭാവ വ്യത്യാസം. കുറ്റം ചെയ്തതിൻ്റെ ആ ഒരു ഗാംഭീര്യം നോക്കി ഇവിടെ ഇന്ന് പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുന്ന ബില്ല് അത് പാസ്സായി വരുമ്പോൾ ആക്റ്റായി മാറും. അവിടെ ഈ പറയുന്നു 10 കൊല്ലം കഠിന തടവ് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും എന്നൊക്കെ ഞാനൊരു ആലങ്കാരികമായി പറഞ്ഞതാണ്. ആ തരത്തിലുള്ള കഠിന ശിക്ഷ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന നന്ദൻ നിലേക്കനി എന്ന് പറയുന്ന അതിപ്രശസ്തനായിട്ടുള്ള ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കുന്നു. അത് പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നു. അതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഇത് അടിസ്ഥാനപരമായി ഇത് എവിടെയാണ് ഇതിൻ്റെ പോരായ്മകളെന്ന് കണ്ടെത്തുകയും ഇതുപോലെയുള്ള നിരവധി പരീക്ഷകൾ നടത്തി ജനങ്ങളുടെ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിയെ ഈ തരത്തിൽ ഇരുട്ടിലേക്ക് തള്ളി വീഴുന്ന തരത്തിൽ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അടിയന്തരമായി പുനഃസംഘടിപ്പിക്കുകയും ഈ പരീക്ഷാ നടത്തിപ്പിൽ ഇതുവരെ ഉണ്ടായ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികളായവരെ കഠിനമായി ശിക്ഷിക്കുകയും നിലവിലുള്ള നിയമം കർശനമായി നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിൻ്റെ ആവശ്യം.